അപ്പൊ ഇന്ന് ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വിത്ത് എവിഡൻസോടെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ ഇരിക്കുന്നത് ഒരു കാരണത്താണ്. ഇതാണ് എവിഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷന്റെ പ്രാക്ടീസുകൾ തുടങ്ങിയിട്ട് ഏകദേശം 1 ഇയർ 1.5 ഇയർ അത്രയൊക്കെ ആയിട്ടുള്ളൂ, 1.5 വർഷം ആയിട്ടുള്ളൂ. പക്ഷെ എനിക്ക് തുടക്കത്തിലൊന്നും വിശ്വാസമൊന്നും ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അച്ചീവ്മെന്റുകൾ, ഡ്രീംസുകൾ ഓരോന്നായിട്ട് അച്ചീവ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്കതിൽ അതിയായ വിശ്വാസം വന്നു തുടങ്ങി. അങ്ങനെ ഒരു ആഗ്രഹമാണ് ഈ കാണുന്ന മുതൽ എന്ന് പറയുന്നത്, ഒരു കാർ എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ഞാൻ വിത്ത് എവിഡൻസും കൂടി കാണിച്ചു തരണമല്ലോ, അല്ലാതെ ചുമ്മാ നമ്മളൊരു മാനിഫെസ്റ്റേഷൻ്റെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതിൽ ഒരർത്ഥവും ഇല്ല അല്ലെ. അപ്പോൾ ഐ തിങ്ക് ഫെബ്രുവരി മാസത്തിൽ ഞാൻ എഴുതി വെച്ച ഒരു ഡ്രീം ഉണ്ട്. ആ ഡ്രീമുകൾ ഒന്ന് തന്നെയായിരുന്നു, എനിക്ക് കാണുന്നുണ്ടെന്ന് തോന്നുന്നു, എനിക്കൊരു കാറ് വാങ്ങിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ഡ്രീമായിരുന്നു. എനിക്കൊരു കാറ് വാങ്ങിക്കണം എന്നേ ഞാൻ എഴുതിയിട്ടുള്ളൂ, ഒരു കാറ് സ്വന്തമാക്കണം എന്നേ ഞാൻ എഴുതിയുള്ളൂ. ഇന്ന കാറ് വേണം, ഇന്ന നിറം വേണം, ഇന്ന ബ്രാൻഡ് വേണം എന്നൊന്നും ഞാൻ എഴുതിയിട്ടില്ല. പക്ഷെ താങ്ക് യു ഗോഡ് എന്ന് എനിക്ക് പറയാൻ കഴിയും. ഞാൻ ഐ തിങ്ക് മാർച്ച് തുടക്കത്തിലാണ് എഴുതിയത്. മാർച്ച് 13-ാം തീയതി എങ്ങാണ്ടാണ് എഴുതി വെച്ചത്. മാർച്ച് 25-നുള്ളിൽ തന്നെ ഞാൻ ഈ കാർ പർച്ചേസ് ചെയ്തു. യൂസ്ഡ് കാറാണ്, പുതിയതൊന്നുമല്ല. പക്ഷെ അത് സീക്രട്ടാണ്. ഓക്കെ, മറ്റൊരെണ്ണം. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഒരു യൂസർ കാറാണ്. പക്ഷെ ഞാനത് എഴുതി വെച്ചു. എനിക്കത് കിട്ടിയപ്പോഴാണ് ഞാൻ അന്ന് എഴുതി വെച്ചതിനെ കുറിച്ച് ആലോചിച്ചത്. അപ്പോൾ ഇത്രത്തോളം പവർഫുൾ ആണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ്റെ ടെക്നിക്കൽ. പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ ചിന്തകളുടെ അതിയായ ശക്തി എത്രത്തോളം ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ആഗ്രഹിച്ചു, ഞാൻ സ്വപ്നം കണ്ടു, ഞാനത് പ്രവർത്തിച്ചു. അതിനുവേണ്ടി ഹാർഡ് വർക്കിന് പകരം സ്മാർട്ട് വർക്ക് ചെയ്തു. എനിക്ക് സാധനം സ്വന്തമാക്കാനും കഴിയുന്നു. അപ്പൊ നിങ്ങൾക്കും ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷന്റെ ചെറുതും വലുതുമായിട്ടുള്ള ടെക്നിക്സുകൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ളതായിട്ടുള്ള എന്തും ഏതും നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ പോലെ ഇതുപോലെയുള്ള ചെറുതും വലുതുമായ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സ്വന്തമാക്കുവാനും നിങ്ങൾക്ക് നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ മറക്കാതെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഡയറക്റ്റ്ലി എനിക്ക് മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 1 അവർ കൊണ്ട് നിങ്ങളുടെ ചിന്തകളും ചിന്താഗതികളും വ്യത്യസ്തപ്പെടുത്തിക്കൊണ്ട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നേടുവാനുള്ള വഴികൾ ഞാൻ നിങ്ങൾക്ക് തുറന്നു തരുന്നതാണ്. അല്ല, നിങ്ങളുടെ ചിന്തകൾ തുറക്കുവാനുള്ള വഴികളും മാർഗങ്ങളും ഞാൻ പറഞ്ഞു തരുന്നതാണ്. നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ, നിങ്ങളുടെ വിശ്വാസങ്ങളിലൂടെ, നിങ്ങളുടെ പ്രിയേറ്റ നിങ്ങൾക്കത് നൽകുന്നത് തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ ചിന്തകളും ചിന്താഗതികളും വ്യത്യസ്തപ്പെടുത്തിയാൽ മാത്രമാണ് ആ കാര്യങ്ങൾ നേടുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്നെ പോലെ 1 2 അല്ല, പലർക്കും പല 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 ആഗ്രഹങ്ങളും സ്വപ്നങ്ങളായിരിക്കും, ചെറുതും വലുതുമായ ആഗ്രഹങ്ങളായിരിക്കും. അതിൽ ഓരോന്നും അച്ചീവ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിച്ച വാഹനമായിരിക്കണം കിട്ടിയിരിക്കുന്നത് എന്നില്ല, പക്ഷെ ഒരു വാഹനം കിട്ടി. ഞാനൊരു കാർ വാങ്ങിക്കണം എന്ന് മാത്രമേ എഴുതിയിട്ടുണ്ടാകുന്നുള്ളൂ. വിത്തിൻ ഫ്യൂ ഡേയ്സിനാണ് എനിക്ക് ഈ ഒരു കാർ സ്വന്തമൊക്കെ കഴിയുന്നത്. ചില കാര്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ആ പ്രയാസങ്ങളെല്ലാം നീക്കം ചെയ്യപ്പെടുകയും സന്തോഷകരമായിട്ടുള്ള ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ എനിക്ക് സ്വന്തമാക്കുവാനും ഇപ്പോൾ സാധിക്കുന്നുണ്ട്. സോ മറക്കാതെ നിങ്ങൾക്ക് ഇതുപോലെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നേടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.